അമ്മ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഒത്തിരി ദിവസമായി, 2 ആഴ്ചക്കുള്ളായി വീഡിയോ ഒക്കെ ഇട്ട്. ഇന്ന് എനിക്കാണെങ്കിൽ കുറച്ച് നല്ല നാട്ടുമാങ്ങ, നാടൻ പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം ഞാൻ ചെത്തിയെടുത്ത് അതിൻ്റെ മാംസം മാത്രം ഇട്ട് പഴയ കാലം ഒരു മാങ്ങാത്തര ഉണ്ടാക്കാൻ പോവാണ്. ഇതിൻ്റെ തൊലിയെല്ലാം നല്ലതായിട്ട് ചെത്തിയെടുത്ത് ഇതിൻ്റെ മാംസഭാഗം മാത്രമേ എടുക്കത്തുള്ളൂ. ഇത് നല്ല നാട്ടുമാങ്ങയാണ്. ആ നാട്ടുമാങ്ങ കൊണ്ട് പഴുത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ മാങ്ങാത്തര ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഞാൻ ചെത്തി എടുത്തിട്ട് കാണിക്കാമേ. എന്താ മാങ്ങയുടെ മാംസളം എല്ലാം എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഈ നാട്ടുമാങ്ങ ആയതുകൊണ്ട് ഇങ്ങനെ എടുക്കാനേ പറ്റത്തുള്ളൂ, ചെത്തി എടുക്കാൻ പറ്റത്തില്ല. ഞാൻ പൂളിയിട്ട് അത് സ്പൂണ് കൊണ്ട് കോരി എടുത്തതാണ്. ഇനി ഇത് ഞാൻ മിക്സിക്കകത്തിട്ടൊന്ന് അടിക്കുവാണ്. ഇതിലോട്ട് ഞാൻ 2-3 സ്പൂൺ പഞ്ചസാര ഇടുവാണേ. മധുരമുണ്ട്, എന്നാലും ഒരു ഇച്ചിരി കൂടെ മധുരമായിട്ട് നിൽക്കാൻ വേണ്ടി 2-3 സ്പൂൺ പഞ്ചസാര ഇടട്ടെ. അതിലോട്ട് തീ കത്തിച്ച് വെച്ച് ഇതങ്ങോട്ട് ഒഴിക്കുവാണ്. ഈ മാങ്ങ കഴിച്ചത് ഇനി ഇതിനകത്തിലെ വെള്ളം നല്ലപോലെ പറ്റിച്ചെടുക്കണം. ചൂടാക്കി കൊഴുത്ത് നല്ലപോലെ ഇളക്കി വെള്ളം പറ്റിക്കണം. ഇതിനകത്തിൽ വെള്ളം പറ്റിച്ചെടുത്ത് വെച്ച് വേണം നമുക്കിതിൽ വേറെ പ്ലേറ്റിലോട്ട് മാറ്റാൻ. ഇളക്കി നല്ലപോലെ ആദ്യം ഇച്ചിരി തീ കൂട്ടിയിട്ട് ഇളക്കി വെള്ളം ചെറുതായിട്ട് പറ്റുന്നവർ അടിക്ക് പിടിക്കാതെ ഇട്ട് ഇളക്കി എടുക്കണേ. ആദ്യം ഒരു തിള തിളയ്ക്കുമ്പോൾ തീ കൂട്ടി ഇടുക. പിന്നെ തീ കുറച്ചിട്ടില്ലെങ്കിൽ ആ പൊട്ടിത്തെറിച്ച് മേത്തൊക്കെ തെറിക്കും. ഇതിൻ്റെ വെള്ളം തെറിച്ച് വന്നു. ഇങ്ങനെ വെള്ളം പറ്റിച്ചിട്ട് വെള്ളം ഒട്ടും കിടക്കാതെ വെള്ളം പറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി കൂടെ അങ്ങോട്ട് വെള്ളമേ ഉള്ളൂ. അതങ്ങ് പറ്റിക്കോളും. ഇരുന്ന് ആറി കഴിയുമ്പോൾ അതങ്ങ് വെള്ളം പിടിക്കും. ഇതിന് പ്ലേറ്റിൽ കോരി ഒഴിച്ച് വെക്കണം. നെയ്യ് പുരട്ടണം. ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കണം. ആ സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് അതിനകത്തോട് നെയ്യിട്ട് ഇത് കട്ടി കുറച്ച് കോരി ഒഴിച്ച് വെയിലത്ത് വെക്കണം. ഞാനിനി അത് കോരി ഒഴിക്കുന്ന കാണിക്കാമേ. ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റിച്ച് ഞാൻ ഇത്രയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കണം. തണുത്തേച്ച് വേണം നമുക്ക് പ്ലേറ്റിലോട്ട് നെയ്യ് പുരട്ടി കട്ടി കുറച്ച് കോരി ഒഴിച്ച് വെയിലത്ത് വെക്കാനേ. അത് കാണിക്കാമേ. ഇതുപോലുള്ള 2 വലിയ പ്ലേറ്റാണ് എടുത്തത്. ഈ പ്ലേറ്റിനകത്തല്ല ഞാൻ കോരി ഒഴിക്കുന്നത്, ഇതിൻ്റെ പുറത്താണ്. ഇതിൻ്റെ പുറത്തോട്ട് നെയ്മയം പുരട്ടുവാണേ. നെയ്മരം പുരട്ടിയിട്ട് അതിനകത്തിലോട്ടാണ് ഇത് നിരത്തി ഒഴിച്ച് വെക്കുന്നത്. കാര്യം ഇത് നമുക്ക് ചുരുട്ടി ഉണങ്ങി കഴിയുമ്പോൾ എടുക്കാൻ എളുപ്പത്തിനാണ്. അകത്താകുമ്പോൾ എടുക്കാൻ പാടാണ്. അതിന് 2 പ്ലേറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 2 പ്ലേറ്റ് പുറത്താണ് എടുക്കുന്നത്. കമ്മത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ടാണ് ഇത് കോരി ഒഴിക്കുന്നത്. നെയ്യ് ഇങ്ങനെ പുരട്ടുവാണേ. ഇളക്കി എടുക്കാൻ എളുപ്പത്തിനാണ്. അധികം ദിവസം ഒന്നും ഉണങ്ങണ്ട. ചില നല്ല വെയിലുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഉണങ്ങിയെടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് 2 ദിവസം കൊണ്ട് ഉണങ്ങിയെടുക്കാൻ ഞാൻ കാണിക്കുന്നത്. മാങ്ങ ഒക്കെ ഉള്ളവർ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. മാങ്ങ ഒരുപാട് ഉണ്ടെങ്കിൽ അത് കളയാതെ ഇങ്ങനെ എടുത്തിട്ട് നമുക്കിത് മാങ്ങ ഒരുപാടുള്ളവർ ഇതിങ്ങനെ കളയാതെ നമുക്കിങ്ങനെ എടുക്കാമേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പനമ്പായുണ്ട്. പനമ്പായയിലാണ് പണ്ടുള്ളവരൊക്കെ മാങ്ങ ഇതുപോലെ മാങ്ങാത്ത ഇതുണ്ടാക്കി വെക്കുന്നത്. ഇതാണെങ്കിൽ നമുക്ക് ഇപ്പം പനമ്പായൊന്നും ഇല്ലല്ലോ കിട്ടാൻ. അതിന് നമ്മളിങ്ങനെ പ്ലേറ്റിൻ്റെ മണ്ടയ്ക്കാണ് എടുക്കുന്നത്. അവർ മാങ്ങ അത് വാട്ടത്തൊന്നുമില്ല. അവർ മാങ്ങ അല്ലാതെ തന്നെ പഴുത്ത മാങ്ങ ഇട്ട് ഉരച്ചൊരച്ച് ഓരോ ദിവസവും മണ്ടയ്ക്കാക്കി ഇങ്ങനെ ഒഴിച്ച് നിരത്താൻ പോവാണ്. ഇത് കട്ടി കുറച്ച് വേണം നിരത്തണം. കട്ടി കുറച്ച് നിരത്തി എത്രയും കട്ടി വരയ്ക്കാമോ അത്രയും കട്ടി വരച്ച് വേണം നമുക്കിതെടുക്കാൻ. എന്നാലും ഉണങ്ങിയെടുക്കാൻ എളുപ്പമുള്ള. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇത് വെയിലത്ത് കൊണ്ട് വെക്കട്ടെ. ഇങ്ങനെയാണ് നിരത്തി വെച്ചിരിക്കുന്നത്. കണ്ടോ, പാത്രം കമത്തിയിട്ട് അതിൻ്റെ അടപ്പിൻ്റെ ഇതിലാണ് ഞാനിങ്ങനെ കോരി ഒഴിച്ച് നിരത്തി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ വെയിലത്ത് വെക്കാൻ പോവാണേ. മാങ്ങയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.